മുമ്പോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം, അത് ഫോക്കസ് ചെയ്യാനാണ്. ഇന്ററാക്ട് ചെയ്യാൻ ചാൻസോ? താല്പര്യമില്ല. കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണമെന്ന് ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. ഇപ്പൊ ആറാട്ടെണ്ണൻ ആയതുകൊണ്ടായിരിക്കാം മേ ബി ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ ബിഹേവ് ചെയ്തത്. ഇതേ സെയിം കക്ഷി തന്നെ ഈ പേഴ്സണൽ കാര്യങ്ങളാണ് പല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വെർജിനിറ്റിയെ പറ്റിയിട്ട് ചോദിക്കുന്നതായിട്ട് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിന്റെ അടുത്ത് വെർജിനിറ്റിയെ പറ്റി ചോദിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. അപ്പൊ ആറാട്ടെണ്ണൻ സന്തോഷ് വർക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ആറാട്ടെണ്ണന്റെ റീസെന്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ചാനലിൽ. ആ സമയത്ത് ആ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തതും പിന്നെ ആ പെൺകുട്ടിയുടെ ക്രഷ് തോന്നി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടതൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിട്ട് വരുന്നുണ്ട്. കാര്യം ആറാട്ടെണ്ണനെ സംബന്ധിച്ച് ഫേസ്ബുക്കിലിടുന്ന പല പോസ്റ്റുകളിലൂടെയും എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. കാര്യം പുള്ളി ഇടുന്ന കാര്യം ഹണി റോസിനെ പറ്റിയിട്ട് റീസെന്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പല കാര്യങ്ങളും ഇടുന്നത്. അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാങ്കോ സ്പേസിനകത്ത് പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്ത ആങ്കറിൻ്റെ അടുത്ത് പുള്ളിക്കാരനെ ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് അവരെടുത്ത് വെച്ച് വായിച്ചിട്ട് ആറാട്ടെണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അങ്ങനെ അതൊക്കെ ചോദിക്കും. പിന്നെ പുള്ളിക്കാരന് അതിൻ്റെതായിട്ടുള്ള പിന്നെ അതിൻ്റെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ. എന്തായാലും ആറാട്ടെണ്ണൻ പറഞ്ഞ വീഡിയോസും ആ ഒരു ഇന്റർവ്യൂവിന്റെ ക്ലിപ്പിങ്ങും ഞാൻ വയ്ക്കാം, നമുക്കൊന്ന് കേട്ടു നോക്കാം. ആങ്കോ സ്പേസ് എന്ന മീഡിയ ചാനലും അല്ല ആങ്കറും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ആണ്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ വേറെ അറ്റൻഡ് ചെയ്തിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പെരേറെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആങ്കറിന് ഞങ്ങളോട് പുച്ഛമാണ്. അതായത് പെരേറെ വിദ്യാഭ്യാസം കുറവാണ്, 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സന്തോഷ് പണ്ട് വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. ഇവിടെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം എല്ലാം കാര്യമുണ്ടോ. കാമരാജ് പറഞ്ഞ തമിഴ്നാട്ടിലെ പൊളിറ്റീഷ്യൻ ആൾ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. VS അച്യുതാനന്ദൻ 8ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. ധിരുഭായ് അംബാനി 8ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. ഈ എഡിസൺ ഹൈസ്കൂളും കവർ ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസം നല്ല കാര്യം, അത് പറഞ്ഞ് അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നോട് PhD ചെയ്യാനാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. PhD ആണ് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. PhD ഏത് പ്രായത്തിലും ചെയ്യാം, അപ്പോൾ എവിടെ ഏജ് ലിമിറ്റ് ഇല്ല. PhDക്ക് മുമ്പ് ഞാൻ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയോ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ആറാട്ടൻ പറഞ്ഞ ഒരു പുച്ഛം, ഞങ്ങളുടെ എത്ര പുച്ഛമാണ്, എന്നോട് പേരുടെ എത്ര പുച്ഛമാണ് ഞങ്ങൾ. അപ്പൊ ആ ഇന്റർവ്യൂല് ശരിക്കും നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാട്ടെണ്ണൻ ചെല്ലുന്നു, ആറാട്ടെണ്ണന്റെ പോസ്റ്റ് എടുത്തു വെച്ച് വായിക്കുന്നു. ആ പറയുന്ന പെൺകുട്ടി റെഡി ആയിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയുള്ള കാര്യമായിട്ട് തോന്നുന്നു. ഒരാളോടെ തന്നെ ഡയറക്റ്റ് ഈ കാര്യം പറയാതെ, അതായത് ആ പെൺകുട്ടിയോട് പേഴ്സണലി പോലും പറയാതെ ഇത് വന്ന് പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ ഇടുന്നത് ശരിയാണോ, അത് ആ പുള്ളിക്കാരത്തെ തന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പക്ഷേ ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഒരാളുടെ അടുത്ത് ക്രഷ് തോന്നി എന്നും പറഞ്ഞിട്ട് പറയണത് എനിക്ക് വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിൽ ഒരു മോശമായിട്ടും ആ വ്യക്തി എഴുതി വെച്ചിട്ടില്ല. കാര്യം ആറാട്ടെണ്ണൻ ഇടുന്ന മിക്ക പോസ്റ്റുകളോ കാര്യങ്ങളോ അതോടെ എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. ഈ പറയുന്ന ഇതിനകത്ത് ഇട്ടിരുന്ന പോസ്റ്റ്, ഈ പെൺകുട്ടിയെ പറ്റി ഇട്ടിരുന്ന പോസ്റ്റിനകത്തോട്ട് എനിക്ക് അതിനകത്ത് മോശമായിട്ടൊന്നും ആറാട്ടെണ്ണൻ എഴുതിയിട്ടില്ല. ഞാൻ ആ പോസ്റ്റ് ഇവിടെ വയ്ക്കാം, നിങ്ങൾ വായിച്ചു നോക്കുക. എനിക്ക് ഇന്ന വ്യക്തിയോട് എനിക്കൊരു ക്രഷ് തോന്നി എന്നും പറഞ്ഞ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നത്തെ കാര്യം അവർ ഇന്റർവ്യൂവിൽ സംസാരിച്ച കാര്യം ഒന്ന് കേട്ടു നോക്കാം. ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ വ്യക്തിയാണ് ആദ്യം അറിയേണ്ടത്. ഇപ്പൊ ചേട്ടന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ആദ്യം അറിയേണ്ടത്. പക്ഷെ അതിനു മുമ്പ് അതൊരു ഞാൻ പറഞ്ഞോട്ടെ, പബ്ലിക്കലി റിവീൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമല്ല. പക്ഷെ ആ പെൺകുട്ടി താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കലി ഇത് കൊണ്ട് ഇടുന്നത് എത്രത്തോളം ശരിയാണ്? ഞാൻ ഒരുപാട് ഇതിൽ ശ്രമിച്ചു നോക്കി, പലരോടും വിളിച്ചു ചോദിച്ചു, നമ്പർ കിട്ടിയില്ല. ഒന്ന് വൃത്തിയിലാവുന്നപ്പോ ഞാൻ എഴുതിയതാ. അതിനകത്ത് ആറാട്ടെണ്ണം പറയുന്നുണ്ട്, ഒരാളെ ഇഷ്ടമാണെന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ, അല്ലെ ക്രഷ് തോന്നുന്നെന്ന് പറയുന്നത് ഭയങ്കര മോശമാണോ എന്ന് തോന്നുന്നുണ്ട്. ഇതിനകത്ത് ആ പെൺകുട്ടിയുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര പേഴ്സണലി ഇൻസൾട്ടഡ് ആയി. അതിൻ്റെയാണിത്. പ്രത്യേകിച്ച് ആറാട്ടെണ്ണനെ പോലെ ഒരാള് എന്താ പറയണ്ടേ കാര്യം. ആറാട്ടെണ്ണ ചില കാര്യങ്ങൾ നല്ലതായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ആറാട്ടെണ്ണ ഒരു കോമാളിയായിട്ടാണ് ആൾക്കാർ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുള്ള കാര്യങ്ങൾ തുറന്നു പറയാമല്ലോ. അപ്പൊ ഈ പറയുന്ന പെൺകുട്ടിക്ക് പേഴ്സണലി എന്തോ ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് എൻ്റെ അടുത്ത് തന്നെ അറിയിക്കാതെ ഡയറക്റ്റ് ഇങ്ങനെ പബ്ലിക്കിൽ ഇട്ടതിനെ പറ്റിയിട്ട് ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കംഫോർട്ടബിൾ അല്ലാത്ത അങ്ങനെ ഒരു ആളെ വിളിച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് അതിനകത്തോട്ട് എന്ത് ലോജിക്കാ ഉള്ളതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ച് ഇരുത്തിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചിട്ട് അത് ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ആറാട്ടെണ്ണൻ അയാൾ അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അയാൾ തന്നെ ഒരുപാട് വട്ടം ആ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം അയാൾ മാപ്പ് പറയുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം
എൻ്റെ അടുത്ത് ഞാൻ സോറി ചോദിക്കുവാണെന്നും അയാളത് പറയുന്നുണ്ട്. അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല, അയാൾ ഇടുന്ന പോസ്റ്റുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിനകത്ത് ശരിക്കും അയാൾ ഒരു ചെറിയ എന്ത് പറയണ്ടേ, നല്ല രീതിയിൽ ഒന്ന് ഇൻസൾട്ടഡ് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ബാക്കി ഇവിടെ കേട്ടു നോക്കാം. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, കാരണം എൻ്റെ നമ്പർ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേട്ടൻ ഒരു പബ്ലിക്കലി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മോശമായിട്ടൊന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ശരിയാണെന്നാണോ ചേട്ടൻ വിശ്വസിക്കുന്നത്? എനിക്ക് വേറെ നിവൃത്തിയില്ല. നിവൃത്തിയില്ല. നിങ്ങൾ ഹേർട്ട് ആയെങ്കിൽ ഞാൻ സോറി പറയണം. ഇങ്ങനെ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് വല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിൽ ഹേർട്ട് ആവുമോ, എന്തെങ്കിലും ഇമേജ് പ്രോബ്ലം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം സ്നേഹ റജി എന്നൊരു ഐഡന്റിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ഐഡന്റിറ്റിയിൽ 1% ഒരു വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്നെ ഒരു ഇന്നലെ മുതൽ കാണുന്ന ആളുകൾ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 1% അവിടെ ഒരു വ്യത്യാസം വന്നു കാണും. സ്നേഹ റജി എന്നുള്ളൊരു ഐഡന്റിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടാകും. കാരണം സന്തോഷ് വർക്കി പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? ഓക്കെ, അപ്പൊ സംഭവം അതാണ്. സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരാള് എന്നെ പ്രപ്പോസ് ചെയ്തതാണ്, അല്ലെ സന്തോഷ് വർക്കി പ്രപ്പോസ് ചെയ്ത പെണ്ണാണ് നടന്നു പോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് അത് ഇൻസൾട്ടഡ് ആണ്. അതാണ് അതിനകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരത്തെ പറയാതെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് തന്നെ, ആറാട്ടണ്ണനെ പറ്റിയിട്ട് നിലവിൽ ആൾക്കാർ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. കാര്യം ആ ഒരു വ്യക്തി ഒരു കോമാളിയാണ്. കാര്യം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും കാണുന്നത്. കാര്യം ഇതേ കണക്ക് തന്നെയാണ് ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന അതും തികച്ചും ഒരു കോമാളിയായിട്ട് മാറാന്നുള്ള രീതിയിലുള്ള പ്രവൃത്തിയാണ് ആ പയ്യനും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നല്ല വിദ്യാഭ്യാസമുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇപ്പം ബാലയുടെയൊക്കെ കേസ് എടുക്കുക, പറയുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നില്ല, കാണിക്കുന്ന പ്രവൃത്തികൾ എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ വായി തോന്നുന്നത് എടുക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കക്ഷി ഈ ഒരു കേസിൽ വളരെ മാന്യമായിട്ട് അതിനകത്ത് മോശമായിട്ടുള്ള സംഭവം ഒന്നും എഴുതിയിട്ടില്ല. പുള്ളി അവരുടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ അത് സോറി പറയുന്നുമുണ്ട്. പക്ഷെ ഈ ഇന്റർവ്യൂവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് സത്യം പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്കത് പറഞ്ഞാൽ പോരായിരുന്നോ, എനിക്കത് ഒരു കുറച്ചിൽ പോലെ തോന്നും എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വരുന്നത്. എന്തായാലും ബാക്കി ഇവിടെ കേട്ടു നോക്കാം. സന്തോഷ് വർക്കി അത്ര മോശക്കാരനാണോ? മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഐഡന്റിറ്റിയില് ഒരാൾ ഇഷ്ടപ്പെടുന്നത് മോശമല്ല. പക്ഷെ അത് ഞാൻ അറിയുന്നതിന് മുമ്പേ പബ്ലിക്കലി ഇങ്ങനെ റിവീൽ ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയില് ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ സന്തോഷ് വർക്കി? ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ഏതെങ്കിലും രീതിയിൽ എഫക്റ്റഡ് ആണെങ്കിൽ സോറി പറയാം. ഓക്കെ, നിങ്ങൾ അതിൽ ശ്രദ്ധിച്ച് കേട്ടെന്ന് തോന്നുന്നത്. സന്തോഷ് വർക്കി എടുത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തി അത്ര മോശക്കാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചോദ്യത്തിൽ തന്നെ പുള്ളിക്കാരൻ അത് മനസ്സിലായി. കാര്യം പുള്ളിക്കാരനെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതി, അതായത് ഇവൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നാണക്കേട് പോലുള്ളൊരു സാധനം അയാൾക്ക് ഉള്ളിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് കിട്ടാനും ഇവരെയും വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ വീഡിയോ വൈറലായി പോകും, ആൾക്കാർ അത് എത്രത്തോളം കണ്ട് ചിരിക്കുമെന്ന്. പിന്നെ പോരാത്തതിന് ഈ ആറാട്ടണ്ണനെ പറ്റിയിട്ടുള്ള ഒരു ഇമേജ് നാട്ടുകാർക്ക് എല്ലാവർക്കും ഇടയിലുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ചിരിക്കാനും കുറേ ആൾക്കാർ അതെടുത്ത് ഏറ്റുപിടിക്കാനും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ബോധവും കാണും. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറാട്ടണ്ണൻ ശരിക്കും പറഞ്ഞ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോക്കകത്ത് ഉണ്ട്, സായി വിളിച്ച് പറഞ്ഞിട്ടാണ് പോയതെന്നും ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്, എന്തായി തീരുമെന്ന് കാണാമെന്ന്. കാര്യം അപ്പൊ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാലോ എടുത്തു കഴിഞ്ഞാലോ ശരിക്കും പറഞ്ഞാൽ അതിപ്പോ എന്താണ്, അത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മെന്റാലിറ്റി ആണെന്നിരിക്കും, അയാൾ എങ്ങനെ എടുക്കും എന്നനുസരിച്ചിരിക്കും. അപ്പൊ ഇതിനകത്ത് ആ വ്യക്തി എടുത്ത് ശരിക്കും ആറാട്ടെണ്ണം തുറന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമുണ്ടോ, ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പം ആ പെൺകൊച്ചിന്റെ മറുപടി ഒന്ന് കേട്ടു നോക്കാം. ചേട്ടനോട് പ്രണയം തോന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തോന്നില്ല. അപ്പൊ എനിക്ക് എന്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം, അത് ഫോക്കസ് ചെയ്യാനാണ്. താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണമെന്ന് ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. ഇപ്പോഴേ പറഞ്ഞ നന്നായി. ഇപ്പൊ നിത്യമന കേസിലല്ല അവർ 5 വർഷം കഴിഞ്ഞാ പറഞ്ഞത്. ഓക്കെ, വ്യക്തമായിട്ട് കേട്ടല്ലോ. ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. കാര്യം എനിക്ക് ഇന്ററാക്ട് ചെയ്യാനോ എനിക്കൊരു പ്രണയം കൂടാനോ എനിക്ക് താല്പര്യമില്ല എന്ന് മുഖത്തൊക്കെ പറഞ്ഞു. ആറാട്ടെണ്ണോ അത് ആ ഒരു രീതിയിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതിനെന്തായാലും പറഞ്ഞാൽ എന്തായാലും നേരത്തെ നന്നായി. നിത്യമേനോന്റെ കേസിൽ എനിക്ക് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. നിത്യമേനോന്റെ കേസിലൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വിഡിത്തരമായിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരൻ വളരെ മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ആ പെൺകുട്ടിയുടെ കുറച്ച് റിപ്ലൈ ഉണ്ട്. കാര്യം ഏത് രീതിയിലുള്ള ഒരു പുരുഷനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ
ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നിങ്ങൾക്ക് അറിയായിരിക്കും. പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്ത സമയത്തും പുള്ളിക്കാരൻ വേറൊരു സംഭവം ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത് കേൾപ്പിച്ചു തരാം, എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈഫ്, നിങ്ങളുടെ ഡ്രീം എന്താണ്? ലൈഫ് പാർട്ട്ണർ, ലൈഫ് പാർട്ണർ ഡ്രീം അല്ലെങ്കിൽ പ്രണയിക്കുക, അങ്ങനെ ഒരു ഡ്രീം എന്താണ്? ഡ്രീം എന്താണ്? എന്തൊക്കെ ക്വാളിറ്റീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ആളോട് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരെ, കാരണം അതിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, ഞാൻ എന്ത് ലൈഫാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് എന്റെ പാർട്ട്ണറോട് മാത്രം ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എന്തിന് ഞാൻ സന്തോഷ് വർഗമായിട്ട് ഡിസ്കസ് ചെയ്യണം? എന്റെ പാർട്ട്ണറെ കുറിച്ചുള്ള എന്റെ ഡ്രീം എനിക്ക് സന്തോഷ് വർക്കിയെടുത്ത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എനിക്കത് എന്റെ പേഴ്സണലാണ്, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പറയണത്. ഇപ്പൊ സ്വന്തം പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം, ഇപ്പൊ എല്ലാ പെൺകുട്ടികൾക്കും ആഗ്രഹം കാണും, ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം. അത് പറയുന്നതിനകത്ത് പോലും എനിക്ക് തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് എന്റെ പേഴ്സണലാണ്, എന്റെ പേഴ്സണലാണെന്ന് ഉള്ളിലിറക്കി വെച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ആറാട്ടണ്ണനായതുകൊണ്ടായിരിക്കാം മേ ബി ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ ബിഹേവ് ചെയ്തത്. ഇതേ സെയിം കക്ഷി തന്നെ ഈ പേഴ്സണൽ കാര്യങ്ങളാണ് പല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വെർജിനിറ്റിയെ പറ്റിയിട്ട് ചോദിക്കുന്നതായിട്ട് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡിന്റെ അടുത്ത് വെർജിനിറ്റിയെ പറ്റി ചോദിക്കുന്ന ഒരു ക്ലിപ്പുണ്ട്. അത് ഞാൻ അതിനകത്ത് വെക്കാം, അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഞാൻ ഇത്ര നേരം സംസാരിച്ചതിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. സ്ട്രിക്ട്ലി പേഴ്സണൽ ആണ്, അത് എന്റെ സ്പേസ് അല്ല. എന്നാലും ഞാൻ ചോദിക്കാം, ആർ യു വെർജിൻ? ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് വിഷമാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. പിന്നീട് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചത് യാത്രയുടെ എന്താ പറയാ അനുഭവങ്ങൾ പറയാനാണല്ലോ, കൂടുതൽ എന്റെ ഒരു പേഴ്സണൽ ടോക്ക് എന്നുള്ള നിലയിൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. ഓക്കെ, നിങ്ങൾ അത് കേട്ടാണല്ലോ. വെർജിൻ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ നൊബാഡ് കറക്റ്റ് പറഞ്ഞു, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് നിങ്ങൾ എന്നെ വിളിപ്പിച്ചത്, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനല്ല എന്നുള്ള കാര്യം. അപ്പം ഇതും ശരിക്കും പറഞ്ഞ പേഴ്സണൽ അല്ലേ. അപ്പം ഈ മറ്റേടത്ത് ആറാട്ടണ്ണനായത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന ലൈഫ് പാർട്ട്ണർ എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്ന് പറയാൻ ബുദ്ധിമുട്ട് എന്ന് വ്യക്തമായിട്ട് ആ ഒരു ഫേസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് തികച്ചും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുന്നതിന്റെ കണക്കാണ്. പിന്നെ പുള്ളിക്കാരന്റെ ഭാഗത്ത് തെറ്റുകളുണ്ടോന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാഗത്തും കുറച്ച് കുറവുകളും കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ എനിക്ക് അത്രയ്ക്ക് വലിയ കുറ്റം അങ്ങേര് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ ആൾക്കാർ റിയാക്ട് ചെയ്തിട്ട് പറയുന്നത് കേട്ട് അയാൾക്ക് നാണോ ഉണ്ടോ, അയാൾ ഇങ്ങനെയാണോ കാണിക്കുന്നത് അങ്ങനെയാണോ കാണിക്കുന്നത്. അയാൾ എടുക്കുന്ന ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകളോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അങ്ങേര് ഫേസ്ബുക്കിൽ അണി റോസിനെ പറ്റിയും പിന്നെ വേറെ കുറെ കാര്യങ്ങൾ പിന്നെ ഈ ഇടയ്ക്ക് നടന്ന കാര്യങ്ങളൊന്നും യോജിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിനകത്തോട്ട് അയാൾ പറഞ്ഞതിനകത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അയാൾ ഇൻസൾട്ടഡ് ആയ പോലെ തോന്നുന്നു. കാര്യം ക്രഷ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് അത് ആ വ്യക്തിയുടെ പേര് വെക്കാതെ തന്നെ എനിക്ക് ആ ജാങ്കോ സ്പേസിൽ ഇന്റർവ്യൂ ചെയ്യുന്ന കുട്ടിയോട് എനിക്ക് ക്രഷ് ഉണ്ട്, എനിക്ക് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇട്ടപ്പോൾ അതിനകത്ത് വലിയ തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? ക്രഷ് ഇപ്പൊ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, എല്ലാ ആൾക്കാരോടെയും ഇപ്പൊ തോന്നും. പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യം വരുന്നുണ്ടോ എന്ന് എനിക്ക് അതിനകത്ത് അറിയില്ല. എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.